പ്രിയപ്പെട്ട പ്രേക്ഷകരെ, പത്തനംതിട്ട തണ്ണിത്തോട്ടിൽ ഒരു ആന കിണറ്റി വീണായിരുന്നു. അപ്പോൾ ആ ആനയെ കിണറ്റി വീണ ആനയെ പുറത്തെടുക്കാനുള്ള ശ്രമം അതിൻ്റെ അന്തിമഘട്ടത്തിലാണ്. വലിയ ആനയല്ല, കുട്ടിയാനെ, ഒരു കുട്ടിയാനെ ആണെന്ന് തോന്നുന്നു അത്. അപ്പോൾ എന്നിട്ട് അതിനെ അങ്ങോട്ട് ആ കിണറിനകത്തോട്ടൊരു വഴി വെട്ടി പയ്യെ പുറത്തോട്ട് വാ എന്ന് പറയുന്നുണ്ട്. വേരുകളൊക്കെ ഉള്ള ഒരു സ്ഥലമാണ്. അവിടെ കയറിട്ട് കൊടുത്ത് ആ കയറിൽ പിടിച്ചു കയറാൻ പറയുന്നുണ്ട് ആനയോട്. ആനയ്ക്കത് പൂർണ്ണാർത്ഥത്തിൽ മനസ്സിലാവുന്നില്ല, പക്ഷേ അതൊരു ശ്രമം നടത്തുന്നുണ്ട്. വഴുക്കലുള്ള മണ്ണാണ്, മണ്ണിൽ കൂടി പിടിച്ചു കയറാനുള്ള ശ്രമമാണ് ആന നടത്തുന്നത്. അപ്പോൾ കയറിൽ ഇടയ്ക്കിടയ്ക്ക് കെട്ടുകളിട്ട് അതിന് ഒരു ഗ്രിപ്പ് കിട്ടാൻ വേണ്ടിയിട്ടൊക്കെയാണ് ആ കയറിലെ കെട്ടിട്ടേക്കുന്നത്. അപ്പോൾ അതിൽ പിടിച്ച് തുമ്പിക്കൈ ചുരുട്ടി കൂട്ടിപ്പിടിച്ച് കയറി വരാൻ ആണ് അതിനോട് പ്രേരിപ്പിക്കുന്നത്. പക്ഷേ അതിനത് പൂർണ്ണാർത്ഥത്തിൽ മനസ്സിലാവുന്നുണ്ടോ എന്ന് അറിയില്ല. പക്ഷേ വരുന്നു അപ്പോൾ വരുന്നു ചെറുതായിട്ട് അതിൽ പിടിച്ചുകൊണ്ട് ഇങ്ങനെ കുഞ്ഞു തുമ്പിക്കൈ കൊണ്ട് ആ കയറി പിടിച്ചിട്ട് കയറി വരാൻ പാവം നോക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ അത് സ്ലിപ്പായാത്തോടങ്ങ് പോവാം. അപ്പോൾ ഇന്നലെ രാത്രിയാണ് ഈ കുട്ടിയാന കിണറ്റിൽ വീണ് പോയത്. ഷിജോ കുര്യൻ ചേരുന്നു. ഷിജോ അത് കയറാൻ നോക്കുന്നുണ്ട്, പക്ഷെ അങ്ങോട്ട് പറ്റുന്നില്ല. ബാക്കി ഇന്നൊരു തള്ളുകോട് ഒന്ന് വേണ്ടി വരും തോന്നുന്നു. അതെ ഹാഷ്മി, ബാക്കിൽ നിന്ന് ഒരു ചെറിയൊരു ഒന്നും കൂടെ ഉണ്ടെങ്കിൽ ആന വളരെ വേഗം തന്നെ കയറി വരും. എന്തായാലും ആനയെ രക്ഷപ്പെടുത്താൻ വേണ്ടിയുള്ള ശ്രമം അതിന്റെ ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക് എത്തി നിൽക്കുകയാണ്. വനംവകുപ്പ് ഉദ്യോഗസ്ഥരെല്ലാവരും തന്നെ കൃത്യമായിട്ട് ഇടപെട്ടുകൊണ്ട് ഈ കിണറിന് സമീപത്ത് സമാന്തരമായിട്ടുള്ള ഒരു പാതയൊരുക്കി ഇപ്പോൾ ഈ കിണറിന്റെ താഴ്ചയിലേക്ക് ആനയ്ക്കൊപ്പം ഈ JCB ഉപയോഗിച്ചുള്ള പാത എത്തിയിട്ടുണ്ട്. കുട്ടിയെ കരയിലേക്ക് കയറി വരാനായിട്ട് ഇനി അധികം വൈകാതെ തന്നെ ആനയെ കരയിലേക്ക് കൊണ്ടുവരാൻ കഴിയും എന്നുള്ള പ്രതീക്ഷയിലാണ് വനംവകുപ്പും നാട്ടുകാരും ഒക്കെ തന്നെയുള്ളത്. ഏതാണ്ട് 2.5 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടിയാനയാണ് തള്ളയാനയ്ക്കൊപ്പം ഇങ്ങനെ ഈ ജനവാസ മേഖലയിലേക്ക് വന്നപ്പോൾ കാൽ വെഴുതി അല്ലെങ്കിൽ അറിയാതെ ഈ ഉപയോഗശൂന്യമായി കിടന്ന കിണറ്റിലേക്ക് വന്ന് വീണതാണ്. തള്ളയാന ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു. അതിപ്പോൾ വനംവകുപ്പ് അതിനെ കാട്ടിലേക്ക് തിരികെ കയറ്റിയിട്ടുണ്ട്. എന്തായാലും കിണറ്റിൽ വീണ കുട്ടിയാനയെ കരയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം അതിന്റെ ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണ്. ഇനി ഒരു കയറൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ആ കയറൊക്കെ കുരുക്കി പിടിച്ച് കയറി വരാമെന്ന് പാവത്തിന് മനസ്സിലായി. പക്ഷെ അത് പിടിക്കുമ്പോഴത്തേക്കും അങ്ങോട്ട് ഗ്രിപ്പ് കിട്ടാത്ത പ്രശ്നമുണ്ട്. അപ്പോൾ അതിനെന്താ ചെയ്യാൻ പറ്റുക? എന്തായാലും ബാക്കിയൊന്നും ഉന്തി കൊടുക്കാൻ ആരും ഇറങ്ങി നടക്കത്തില്ലല്ലോ. ഹാഷ്മി, നമുക്കിത് കാട്ടാനായതുകൊണ്ട് നമുക്കത് പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല. കാട്ടാനായിരുന്നെങ്കിൽ ഒരുപക്ഷെ പറഞ്ഞാൽ മനസ്സിലാവുമെങ്കിലും ചെയ്യുമായിരുന്നു, അനുസരിപ്പിക്കാമായിരുന്നു. ഇത് കാട്ടാനായതുകൊണ്ട് നമുക്ക് അങ്ങനെ പറഞ്ഞ് അനുസരിപ്പിക്കാൻ പറ്റുന്ന ഒരു സംഭവം അല്ലല്ലോ. എന്തായാലും കാട്ടാനെ പുറത്തേക്ക് വേണ്ടിയുള്ള എല്ലാ ശ്രമങ്ങളും കയറക്കിട്ട് കൊടുത്തിട്ടുണ്ട് JCB ഉപയോഗിച്ചുകൊണ്ട്. അല്ല ശരി, ഞാൻ കുറ്റപ്പെടുത്തി പറഞ്ഞതല്ല, അത് കണ്ടപ്പോൾ ഒരു വിഷമത്തിൽ പറഞ്ഞു. അത് കയറാൻ ശ്രമിക്കുന്നുണ്ട് പാവം. അത് കുഞ്ഞാപ്പി ആന അത് കയറാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അത് കയറി പിടിച്ചിട്ട് അതുകൊണ്ട് ഗ്രിപ്പ് കിട്ടാതെ താഴ്ത്തായിട്ട് പോവാണ്. എന്തായാലും ഷിജോ അതൊരു അത്യാവശ്യം ആഴമുള്ളൊരു കിണറാന്ന് തോന്നുന്നു അല്ലേ? ഒരു അഗാധ ഗർത്തം പോലെ. അതെ ഹാഷ്മി, അത്യാവശ്യം നല്ല ആഴമുള്ള ഒരു കിണർ തന്നെയാണ്. ആ കിണറ്റിൽ നിന്ന് കരയിലേക്ക് കയറ്റുക എന്നുള്ളത് ഏറ്റവും ശ്രമകരമായിട്ടുള്ള ദൗത്യം തന്നെയായിരുന്നു. ആ ദൗത്യം അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തിയിട്ടുണ്ട്. നമുക്ക് കൃത്യമായിട്ട് ആ ദൃശ്യങ്ങൾ തന്നെ കാണാം. എന്തായാലും ഇനിയിപ്പോൾ അധികം വൈകില്ല. ഏതാണ്ട് 5-6 മണിക്കൂർ പിന്നിടുകയാണ് ഈ കാട്ടാന കിണറ്റിൽ വീണിട്ട്. 4 മണിക്കൂർ നീളുന്നു രക്ഷാപ്രവർത്തനം. ഈ വഴിയൊരുക്കാനായിട്ട് തന്നെ ആദ്യം പ്രയാസമായിരുന്നു. ഇപ്പോൾ വഴിയൊരുക്കി കൃത്യമായിട്ടുള്ള ക്രമീകരണമൊക്കെ നടത്തുകയാണ്. ഇനിയിപ്പോൾ വളരെ കുറച്ച് സമയത്തിനകം ഈ കാട്ടാനയെ കരയിലേക്ക് കയറ്റാൻ കഴിയും. കിണറ്റിൽ കിടന്നുകൊണ്ട് അത് കുറേ നേരമായിട്ട് ചിഹ്നം വിളിക്കുന്നുണ്ട്. കിണറ്റിൽ വീണതിൻ്റെതായിട്ടുള്ള ശാരീരിക പ്രശ്നങ്ങളൊക്കെ ഒരുപക്ഷെ കുട്ടിക്കാട്ടാനയ്ക്ക് ഉണ്ടായേക്കാം. നിലവിൽ എന്തായാലും റാന്നി DFO രാജേഷ് സാറും അതുപോലെ തന്നെ വെറ്ററിനറി സർജൻ ഡോക്ടർ ജെയ്സും അടക്കമുള്ള ആളുകളിലേക്ക് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ കാട്ടാന കരയിലേക്ക് കയറി വരുമ്പോൾ എന്തെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങളുണ്ടോ എന്നുള്ളത് വെറ്ററിനറി സർജൻ ഡോക്ടർ ജെയ്സിന്റെ നേതൃത്വത്തിൽ പരിശോധനയൊക്കെ നടത്തും. അതിനുശേഷമായിരിക്കും എന്തെങ്കിലും കുഴപ്പങ്ങളുണ്ടോ എങ്കിൽ അതിനെ കൃത്യമായിട്ട് ബാക്കി സപ്പോർട്ട് കൊടുക്കാൻ പറ്റും ആരോട് ചോദിക്കുന്നുണ്ട്. നമ്മൾ ചോദിക്കുന്ന അതേ സംശയം തന്നെ അവിടെയും വരികയാണ്. പക്ഷേ ബാക്കിൽ അങ്ങനെ സപ്പോർട്ട് കൊടുക്കാൻ പറ്റും അത് നമുക്ക് പറ്റത്തില്ല. പക്ഷേ അവിടെ ആ വഴി പരമാവധി ആഴത്തിൽ താഴ്ത്തി കയറിട്ട് കൊടുത്തിട്ട് ഒന്ന് പിടിച്ച് കയറ്റാനുള്ള ശ്രമം നടത്തി. പക്ഷേ അത് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അതിനങ്ങോട്ട് കയറി വരാൻ പറ്റുന്നില്ല. അപ്പോൾ അതിന് ഈ പറഞ്ഞ ഷിജോ ചിലപ്പോൾ ഇനി 5-6 മണിക്കൂർ ആയില്ലേ. അപ്പോൾ ഇത് കുഞ്ഞുമാണ്. അപ്പോൾ അത് കണ്ടി വീണതിൻ്റെ ചില ക്ഷീണമൊക്കെ ഉണ്ടാവുമോ? ഹാഷ്മി, അത് ഉറപ്പായിട്ടും ഉണ്ടാവും. കാരണം കുട്ടിയാനയാണ്. അതിന് അവിടെ മര്യാദയ്ക്ക് നിൽക്കാൻ പോലും കഴിയാത്ത സാഹചര്യമുണ്ട്. തുമ്പിക്കൈ ഉയർത്തി നല്ല ശബ്ദത്തിൽ ചിഹ്നം വിളിക്കാൻ പോലും ആന വലിയ രീതിയിൽ പ്രയാസപ്പെടുന്നുണ്ട്. അതിന് നല്ല ഈ ഒരു ശൗര്യമൊക്കെ നമുക്ക് അതിനകത്ത് നിന്ന് കാണിക്കുന്നത് ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നുണ്ട്. എന്തായാലും ഈ വഴിയൊരുക്കി അതിനൊപ്പം തന്നെ എത്തിയിട്ടുണ്ട്. പക്ഷേ അവിടെ നിന്ന് കയറ്റിക്കൊണ്ട് വരിക പ്രയാസകരമാണ്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ RRT സംഘമൊക്കെ കയറക്കിട്ട് കൊടുത്ത് ആനയെ എങ്ങനെയെങ്കിലുമൊക്കെ കരയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമമാണ് നടത്തുന്നത്. ഇത് തണ്ണിത്തോട് മേക്കൺ എന്ന് പറയുന്ന സ്ഥലത്ത് ജനവാസ മേഖലയിൽ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് കിണറ്റിലേക്കാണ് വീണത്. ഈ സ്ഥലത്ത് വന്യമൃഗശല്യം അതിരൂക്ഷമാണ് എന്നുള്ള കാര്യമൊക്കെ ആന അത് കരയിലേക്ക് കയറും പ്രതീക്ഷിക്കുക. മറ്റില്ലാതെ ആന കരയിലേക്ക് കയറുമെന്ന് കയറി വരുന്നു. അങ്ങനെ ആന കയറി വരുന്നു. കയറി കൊടുത്തു. JCB പിടിച്ച് വലിക്കുന്നു. കയറി വാ എന്ന് നമ്മളും പറയുന്നുണ്ട്, വനംവകുപ്പും പറയുന്നുണ്ട്, നാട്ടുകാരും ഒരുപോലെ പറയുന്നുണ്ട്. അങ്ങനെ കയറി വന്ന് കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ ആനയ്ക്ക് ഇരിക്കട്ടെ, അത് ജനവാസ മേഖലയിലേക്ക് അതിന്റെ ആവാസ വ്യവസ്ഥയിൽ അത് സുഖമായിട്ട് കഴിയട്ടെ എന്നാണ് നമ്മുടെ ആഗ്രഹം.
എന്തായാലും ദാ കയറി കുട്ടിയാന പോവാതെ കയറി എന്ന് പറഞ്ഞാൽ വരാനായിട്ട് ഇവിടെ നമ്മുടെ ഒരുങ്ങുന്നു. പ്രേക്ഷകർ ഷിഫാസ് പറയുന്നുണ്ട് കുറച്ചുകൂടി വണ്ണമുള്ള കയറിട്ട് കൊടുക്കാമായിരുന്നു പറയുന്നുണ്ട്. അത് ആ പ്രശ്നം ഉണ്ടോ ഷിജോ? ആ കയറിന് കുറച്ച് വണ്ണം വീതി അല്ല വണ്ണം കുറഞ്ഞു പോയോ? ചെറിയ കയറായിപ്പോ കൊച്ചൻ കയറെന്നൊക്കെ പറയുന്ന പോലെ. ഹാഷ്മി, നമ്മൾ പുറത്ത് നിന്ന് കാണുന്നത് പോലെ അത്ര രസകരമായിട്ടുള്ളൊരു കാഴ്ചയ്ക്കപ്പുറത്തേക്ക് ഇത് അല്പം റിസ്ക് പിടിച്ച അല്ലെങ്കിൽ ഏറ്റവും ശ്രമകരമായിട്ടുള്ള ഒരു ദൗത്യമാണ്. ആ ഒരു ദൗത്യത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ കൃത്യമായിട്ടുള്ള ഇടപെടൽ നടത്തേണ്ടതായിട്ടുണ്ട്. കാരണം ഒരു ഏതെങ്കിലും തരത്തിലുള്ള കാഷ്വാലിറ്റി ആർക്കും സംഭവിക്കാൻ പാടില്ല. ആനയ്ക്ക് ഒരു കാഷ്വാലിറ്റി സംഭവിക്കാൻ പാടില്ല. അതുപോലെ തന്നെ ഈ ആനയെ രക്ഷപ്പെടുത്തി പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ അത് വന്യമൃഗമാണ്. ഒരുപക്ഷെ എന്തെങ്കിലും തരത്തിൽ അപകടം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഈ പറയുന്ന നാട്ടുകാർക്ക് കൂടി പ്രതികൂലമായിട്ട് വരും. അതുകൊണ്ട് തന്നെ ഈ ആനയെ പുറത്തേക്ക് കൊണ്ടുവരുമ്പോൾ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് പാലിച്ചുകൊണ്ട് മാത്രമേ പുറത്തേക്ക് കൊണ്ടുവരാൻ കഴിയുള്ളൂ. നമുക്ക് ആനയുടെ ദൃശ്യങ്ങൾ വളരെ കൃത്യമായിട്ട് തന്നെ കാണാൻ കഴിയുന്നുണ്ട്. ഈ ആനയ്ക്കൊപ്പം തന്നെ ഇപ്പോൾ ഈ പറയുന്ന വഴിയൊരുക്കി ആനയ്ക്ക് അടുത്തേക്ക് എത്തി കയറൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. വനംവകുപ്പ് കൃത്യമായിട്ട് ഇടപെടുകയാണ്. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണുന്ന പോലെ കുട്ടിയാന ഈ തുമ്പിക്കൈക്ക് ആ വഴിയിലേക്ക് ഉയർത്തി മുകളിലേക്ക് കയറാനുള്ള ശ്രമം നടത്തുന്നുണ്ട്. ഒരുപക്ഷെ കുറച്ചുകൂടി മണ്ണ് താഴ്ത്തി JCB ഉപയോഗിച്ച് മാറ്റിക്കഴിഞ്ഞാൽ ആനയ്ക്ക് കയറി വരാൻ കഴിഞ്ഞേക്കും. പക്ഷേ JCB ഉപയോഗിച്ചുകൊണ്ട് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അവിടെ മണ്ണ് മാറ്റുക അല്പം ശ്രമകരമാണ്. കാരണം ഈ ആനയ്ക്ക് മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല. ആ വഴിയൊരുക്കി ആന തുമ്പിക്കൈ ഉയർത്തി കാലൊക്കെ മുകളിലേക്ക് പൊക്കി വെച്ച് വഴിയൊരുക്കി കയറി വരേണ്ടതാണ്. എന്തായാലും ഏറ്റവും ശ്രമകരമായിട്ടുള്ള ദൗത്യം അത് കൃത്യമായിട്ട് വനംവകുപ്പ് ചെയ്യുന്നത് നമുക്ക് ദൃശ്യങ്ങൾ കാണാം. നാട്ടുകാരും സഹകരിക്കുന്നുണ്ട്. സാധാരണ നിലയിൽ ഇതിന് ഈ കിണറിനൊപ്പം ചുറ്റും കൂടി നിൽക്കാതെ വളരെ ശ്രമകരമായിട്ട് ആളുകൾ നിൽക്കുകയാണ്. നമുക്ക് വനംവകുപ്പ് ഉദ്യോഗസ്ഥനാണ് ചോദിക്കും. സാറേ, ഇപ്പോൾ ആന കയറി വരണോ അല്ലേ? ഉടനെ തന്നെ കയറി വരണം. രാവിലെ നമ്മൾ തുടങ്ങിയ പരിപാടിയാണ്. രാവിലെ 6 തുടങ്ങിയ ശ്രമകരമായ ഒരു പരിപാടിയാണ്. ഇപ്പം 4-5 മണിക്കൂറായി. ആനയ്ക്ക് യാതൊരു ആരോഗ്യ പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? പ്രത്യക്ഷത്തിൽ യാതൊരു ആരോഗ്യ പ്രശ്നമില്ല. നിലവിൽ ഡോക്ടർ സ്ഥലത്തുണ്ട്. എന്തെങ്കിലും ആരോഗ്യ പ്രശ്നം ഉണ്ടെങ്കിൽ ഡോക്ടർ നോക്കിയത് പരിശോധിച്ച് പറയുള്ളൂ. നമ്മൾ ഈ കയറൊക്കെ ഇട്ട് കൊടുത്തിട്ട് കയറി വരാൻ പറയുന്നത് നാട്ടാനോട് പറയുന്ന പോലെയാണല്ലേ? അപ്പോൾ നമ്മളിപ്പോൾ സംസാരിച്ചത് അല്ലേ, പിടിച്ചതിൻ്റെ ശ്രദ്ധയൊക്കെ ഒന്ന് മാറ്റി. അത് രാവിലെ നമ്മൾ ടയർഡാണല്ലോ, ശ്രദ്ധയൊക്കെ ഒന്ന് മാറ്റി എങ്ങനെയെങ്കിലും കയറ്റി വിടാൻ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ റേഞ്ച് ഓഫീസർ അജയൻ സാറാണ് ഹാഷ്മി നമ്മൾ സംസാരിച്ചത്. കയറൊക്കെ കൊടുത്ത് ഈ പറയുന്ന ആനയെ കരയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമമാണ്. മറ്റേ ആനയ്ക്ക് ഒരു കുഴപ്പം ഉണ്ടാവാൻ പാടില്ല. ആ തുമ്പിക്കൈയൊക്കെ ഉയർത്തി ആ JCB കൈയിലൊക്കെ പിടിച്ച് സാധാരണ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു കാഴ്ച കണ്ടിരുന്നു. JCB ഉപയോഗിച്ചുകൊണ്ട് ആനയ്ക്ക് പുറത്തു നിന്ന് ആനയുടെ പിൻഭാഗത്ത് നിന്ന് തള്ളിക്കയറ്റി ആനയെ കിട്ടുന്നതായിരുന്ന കാഴ്ചയെ നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടതാണ്. അത് ഏറ്റവും മനോഹരമായ ഒരു കാഴ്ചയായിരുന്നു. അതിന് സമാനമായിട്ടുള്ള കാഴ്ചയാണ് പത്തനംതിട്ട തണ്ണിത്തോട് മേക്കണ്ണിൽ നിന്ന് കാണുന്നത്. പക്ഷേ ഇത് ആനയുടെ പിൻഭാഗത്ത് നിന്നല്ല, മുന്നിൽ നിന്ന് ഒരു കയറൊക്കെ കൊടുത്ത് ആനയെ കരയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം ഏറ്റവും നല്ല രീതിയിൽ തന്നെ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.